നമസ്കാരം, സ്മാർട്ട് ശ്രീ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ കെമിസ്ട്രിയിലെ ആധുനിക ആവർത്തന പട്ടികയിലെ രണ്ടാമത്തെ പാർട്ടാണ് നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത്. നമ്മൾ ആധുനിക ആവർത്തന പട്ടികയുടെ ഫസ്റ്റ് പാർട്ടിൽ നമ്മൾ ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു നിർത്തി അല്ലേ. ആധുനിക ആവർത്തന പട്ടികയുടെ പിതാവ് ഹെൻറി മോസ്ലി. ആധുനിക ആവർത്തന പട്ടികയിൽ ഇലമെന്റ്സിനെ എങ്ങനെയാണ് മൂലകങ്ങളെ ക്രമീകരിച്ചിരിക്കുന്നത്? അറ്റോമിക് നമ്പറിന്റെ ആരോഹണ ക്രമത്തിലാണ് മൂലകങ്ങളെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ആകെ 118 മൂലകങ്ങളാണുള്ളത്. ഹൈഡ്രജൻ മുതൽ ലാസ്റ്റ് ഇലമെന്റ് 118ാമത്തെ ഓർഗാനസോൺ വരെ അല്ലേ. പിന്നെ അതിനകത്ത് ഗ്രൂപ്പുകളുണ്ട്. കുത്തനെ ഇങ്ങനെ നമ്മൾ താഴേക്ക് കുത്തനെ വരയ്ക്കുന്ന കോളങ്ങളെ നമ്മൾ ഗ്രൂപ്പുകൾ എന്ന് പറയുന്നു. എത്ര ഗ്രൂപ്പുകളുണ്ട്? 18 ഗ്രൂപ്പുകൾ. നമ്മൾ വിലങ്ങനെ വരയ്ക്കുന്ന കോളങ്ങളാണ് പിരീഡുകൾ, 7 പിരീഡുകൾ. പിന്നെ നമ്മൾ പറഞ്ഞു ബ്ലോക്കുകൾ. എത്ര ബ്ലോക്കുകളുണ്ട്? 4 ബ്ലോക്കുകളുണ്ട്. ഏതൊക്കെയാണ്? SPDF. ഇത്രയും ഒരു കോമൺ ആയിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണെന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ ഇനി നമുക്ക് ഇതിന്റെ കണ്ടിന്യൂവേഷൻ ആയിട്ട് പഠിക്കാം. ആദ്യം നമ്മൾ നോക്കാൻ പോകുന്നത് ഇലക്ട്രോനെഗറ്റിവിറ്റി. എന്താണ് ഇലക്ട്രോനെഗറ്റിവിറ്റി എന്ന് പറയുന്ന ഒരു ടേം നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. അതായത് ഒരു രാസ സംയുക്തത്തിലെ ഒരു ആറ്റത്തിന് പങ്കുവെക്കപ്പെട്ട ഇലക്ട്രോണിനെ അതിൻ്റെ സമീപത്തേക്ക് ആകർഷിക്കുവാനുള്ള കഴിവിൻ്റെ തോതിനെയാണ് നമ്മൾ ഇലക്ട്രോനെഗറ്റിവിറ്റി എന്ന് പറയുന്നത്. അതായത് രാസ സംയുക്തത്തിലെ ഒരു ആറ്റത്തിന് പങ്കുവെക്കപ്പെട്ട ഇലക്ട്രോണിനെ അതിൻ്റെ സമീപത്തേക്ക് ആകർഷിക്കുവാനുള്ള കഴിവിൻ്റെ തോതിനെയാണ് ഇലക്ട്രോനെഗറ്റിവിറ്റി എന്ന് പറയുന്നത്. അപ്പൊ ഇങ്ങനെ പീരിയോഡിക് ടേബിളിൽ നമ്മൾ ഗ്രൂപ്പിൽ മുകളിൽ നിന്ന് താഴേക്ക് വരും തോറും ഇലക്ട്രോനെഗറ്റിവിറ്റി കുറഞ്ഞു വരുന്നു. അതൊന്ന് മനസ്സിലാക്കി വെക്കുക. മുകളിൽ നിന്ന് താഴേക്ക് വരും തോറും ഇലക്ട്രോനെഗറ്റിവിറ്റി കുറഞ്ഞു വരുന്നു. ഗ്രൂപ്പിൽ നമ്മൾ ഇടത്തു നിന്നും വലത്തേക്ക് പോകും തോറും ഇലക്ട്രോനെഗറ്റിവിറ്റി കൂടി വരുന്നു. അപ്പൊ അതങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് ആയിട്ട് നമുക്ക് ചോദിക്കാം. അതായത് താഴെ തന്നിരിക്കുന്നതിൽ പീരിയോഡിക് ടേബിൾ ആധുനിക ആവർത്തന പട്ടികയെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവന ഏത് അല്ലെങ്കിൽ തെറ്റായ പ്രസ്താവന ഏതെന്നൊക്കെ ഓപ്ഷൻ ഇട്ട് ചോദിക്കാം. അപ്പോൾ ഇലക്ട്രോനെഗറ്റിവിറ്റി എന്താണെന്ന് മനസ്സിലാക്കി വെക്കുക. ഗ്രൂപ്പിൽ മുകളിൽ നിന്ന് താഴേക്ക് വരും തോറും ഇലക്ട്രോനെഗറ്റിവിറ്റി കുറഞ്ഞു വരുന്നു. ഇടത്തു നിന്നും വലത്തേക്ക് പോകും തോറും ഇലക്ട്രോനെഗറ്റിവിറ്റി കൂടി വരുന്നു. അത്രയും കാര്യങ്ങളൊന്നും മനസ്സിലാക്കി വെക്കുക. ഇനി നമുക്ക് ആവർത്തന പട്ടികയിലെ 10ാമത്തെ മൂലകം, ഇത് പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുണ്ട്. 10ാമത്തെ മൂലകമാണ് നിയോൺ. അപ്പൊ നമ്മളപ്പോ എന്താണ് ആ ടേബിളിലെ മൂലകങ്ങളും അറ്റോമിക് നമ്പറും നമ്മൾ പഠിച്ചിരിക്കണം. എവിടെ തുടങ്ങിയ? ഹൈഡ്രജൻ മുതൽ അല്ലേ. ഹൈഡ്രജൻ, ഹീലിയം, ലിഥിയം, ബെരീലിയം, ബോറോൺ, കാർബൺ, നൈട്രജൻ, ഓക്സിജൻ, ഫ്ലൂറിൻ, നിയോൺ. 10ാമത്തെ ഇലമെന്റ് ഏതാണ്? നിയോൺ. പ്രതീകം Ne. അപ്പൊ നമ്മൾ കുറച്ച് അതായത് നമ്മൾ പീരിയോഡിക് ടേബിളിലെ ഇലമെന്റ്സും അതിന്റെ അറ്റോമിക് നമ്പറും നമ്മൾ പഠിച്ചു വെക്കണം. അതിൽ നിന്ന് തന്നെ ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, ചോദിക്കാൻ എന്താണ് വൺ വേർഡ്സ് ഒത്തിരി ക്വസ്റ്റ്യൻസ് ഉൾപ്പെടുന്ന ഒരു ഭാഗമാണ് ഈ ആധുനിക ആവർത്തന പട്ടിക എന്നുള്ളത്. ഓക്കെ, അതോടൊപ്പം നമുക്ക് ഇനി ഈ ഉപലോഹങ്ങൾ എന്ന് പറയുന്നത് 2ഉം 3ഉം ഗ്രൂപ്പിലെ മൂലകങ്ങൾ ഉപലോഹങ്ങൾ എന്നറിയപ്പെടുന്നു. ആവർത്തന പട്ടികയിലെ 2, 3 ഗ്രൂപ്പുകളിലെ മൂലകങ്ങൾ ഏതാണ്? ഉപലോഹങ്ങളാണ്. ഉപലോഹങ്ങൾ ഏറ്റവും ഇനി നമ്മൾ പറഞ്ഞു ഈ 1 മുതൽ 92ാമത്തെ വരെയുള്ള മൂലകത്തിനെ നാച്ചുറൽ ഇലമെന്റ് അല്ലെങ്കിൽ പ്രകൃതിദത്ത മൂലകങ്ങളാണ് അല്ലെ. ആവർത്തന പട്ടികയിലെ 1ാം മൂലകം മുതൽ ഹൈഡ്രജൻ മുതൽ 92ാമത്തെ മൂലകം വരെ എന്തെന്ന് അറിയപ്പെടുന്നു? പ്രകൃതിദത്ത മൂലകം അല്ലെങ്കിൽ നാച്ചുറൽ ഇലമെന്റ്സ് എന്നറിയപ്പെടുന്നു. അപ്പോൾ ഏറ്റവും ഭാരം കൂടിയ പ്രകൃതിദത്ത മൂലകമാണ് യുറേനിയം. അറ്റോമിക് നമ്പർ എത്രയാണെന്ന് നോക്കിയേ? 92. അത് മനസ്സിലാക്കണം. ഏറ്റവും ഭാരം കൂടിയ പ്രകൃതിദത്ത മൂലകമാണ് യുറേനിയം. അതിന്റെ അറ്റോമിക് നമ്പർ എന്ന് പറഞ്ഞാൽ 92 ആണ്. 92. ഇനി നമ്മൾ പറഞ്ഞു 93ാമത്തെ മുതലുള്ളത് ഏതാണ്? മനുഷ്യ നിർമ്മിത മൂലകങ്ങളാണ്. ആവർത്തന പട്ടികയിൽ 93ാമത്തെ മൂലകം മുതൽ ഉള്ളത് വരുന്നത് ഏതാണ്? മനുഷ്യ നിർമ്മിത മൂലകങ്ങളാണ്. ഈ മനുഷ്യ നിർമ്മിത മൂലകങ്ങളെയാണ് ട്രാൻസ് യുറാനിക്സ് എന്ന് പറയുന്നത്. അവയുടെ ഓർക്കുക, മനുഷ്യ നിർമ്മിത മൂലകങ്ങളെ പറയുന്ന പേരെന്താണ്? ട്രാൻസ് യുറാനിക്സ്.
ട്രാൻസ്യൂറാനിഡ്സ്. ആദ്യത്തെ മനുഷ്യനിർമ്മിത മൂലകം ടെക്നീഷ്യം ആണ്. ആദ്യത്തെ മനുഷ്യനിർമ്മിത മൂലകം ടെക്നീഷ്യം. അപ്പോൾ നോക്കാം, ആദ്യത്തെ ഏറ്റവും ഭാരം കൂടിയ പ്രകൃതിദത്ത മൂലകം ഏതാണ്? യുറേനിയം. ഏറ്റവും ഭാരം കൂടിയ പ്രകൃതിദത്ത മൂലകമാണ് യുറേനിയം. ഇതിനകത്ത് ആദ്യത്തെ മനുഷ്യനിർമ്മിത മൂലകം ടെക്നീഷ്യം. ഓക്കെ, അത് നോട്ട് ചെയ്യുക. ആദ്യത്തെ മനുഷ്യനിർമ്മിത മൂലകമാണ് ടെക്നീഷ്യം. ഇനി ലോഹങ്ങളുടെയും അലോഹങ്ങളുടെയും സ്വഭാവം കാണിക്കുന്ന മൂലകങ്ങളെയാണ് നമ്മൾ ഉപലോഹങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ ഉപലോഹങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ലോഹങ്ങളുടെ സ്വഭാവം ഉണ്ടാവും, ഉപലോഹങ്ങളുടെ സ്വഭാവം ഉണ്ടാവും, അലോഹങ്ങളുടെയും സ്വഭാവം ഉണ്ടാകും. അതിനെയാണ് നമ്മൾ ഉപലോഹങ്ങൾ എന്ന് പറയുന്നത്. ലോഹങ്ങളുടെ സ്വഭാവവും അലോഹങ്ങളുടെ സ്വഭാവവും പ്രകടിപ്പിക്കുന്ന മൂലകങ്ങളെയാണ് നമ്മൾ ഉപലോഹങ്ങൾ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ മെറ്റലോയിഡ്സ് എന്ന് പറയുന്നത്. ഇംഗ്ലീഷിൽ എന്താണ്? മെറ്റലോയിഡ്സ് എന്ന് പറയുന്ന ലോഹ സ്വഭാവവും അലോഹ സ്വഭാവവും കാണിക്കുന്നവയാണ് ഉപലോഹങ്ങൾ. ഇനി ഈ മൂലകങ്ങൾക്കും ഈ ഓർഗാനിക് സംയുക്തങ്ങൾക്കും പേര് നൽകുന്ന സംഘടനയാണ് IUPAC. ഏതാണ്? IUPAC. മൂലകങ്ങൾക്കും ഓർഗാനിക് സംയുക്തങ്ങൾക്കും പേര് നൽകുന്ന സംഘടനയാണ് IUPAC. ഈ IUPAC എന്ന് പറഞ്ഞൊരു അന്താരാഷ്ട്ര സംഘടനയാണ്. അപ്പോൾ മൂലകങ്ങൾക്കും ഓർഗാനിക് സംയുക്തങ്ങൾക്കും പേര് നൽകുന്ന അന്താരാഷ്ട്ര സംഘടനയാണ് IUPAC. IUPAC നിലവിൽ വന്നത് 1990-ലാണ്, 1919-ലാണ് നിലവിൽ വന്നത്. അതിന്റെ ആസ്ഥാനം, IUPACയുടെ ആസ്ഥാനം സൂറിച്ച്, സ്വിറ്റ്സർലൻഡിലെ സൂറിച്ചാണ് ആസ്ഥാനം. അത് ഒന്ന് നോട്ട് ചെയ്യാം. ഇനി നമ്മൾ പറഞ്ഞു മൂലകങ്ങൾക്കും ഓർഗാനിക് സംയുക്തങ്ങൾക്കും പേര് നൽകുന്ന സംഘടനയാണ്, അന്താരാഷ്ട്ര സംഘടനയാണ് IUPAC. ഈ IUPAC അവസാനമായി നാമകരണം ചെയ്യപ്പെട്ട മൂലകങ്ങൾ നോക്കുക. ഏതൊക്കെയാണ്? നിഹോണിയം, മോസ്കോവിയം, ടെന്നിസൺ, ഓർഗാനസോൺ. ഇതാണ് ലാസ്റ്റ് ആയിട്ട്. അപ്പൊ നമുക്ക് ക്വസ്റ്റ്യൻ ചോദിക്കാം, താഴെ തന്നിരിക്കുന്നതിൽ IUPAC അവസാനമായിട്ട് നാമകരണം ചെയ്യപ്പെട്ട മൂലകങ്ങൾ ഏതെല്ലാം? ഓപ്ഷൻസ് തരാം. അപ്പൊ ഏതൊക്കെയാണ്? നിഹോണിയം, മോസ്കോവിയം, ടെന്നിസൺ, ഓർഗാനസോൺ. ഇതൊക്കെയാണ് ലാസ്റ്റ് ആയിട്ട് IUPAC നാമകരണം ചെയ്യപ്പെട്ട മൂലകങ്ങൾ. ഓക്കെ, ഏറ്റവും ഒടുവിൽ പേര് നൽകിയ മൂലകങ്ങളാണ്. ഇനി നമ്മൾ പറഞ്ഞു, ഇത്രയും കാര്യങ്ങളൊക്കെ നമുക്ക് കോമൺ ആയിട്ട് ഇത് നിങ്ങളൊന്ന് മനസ്സിലാക്കി വെക്കുക. ഇനി നോക്കുക, നമ്മൾ പറഞ്ഞു ആവർത്തന പട്ടികയിൽ എത്ര ബ്ലോക്കുകളുണ്ട്? 4 ബ്ലോക്കുകളായിട്ട് തിരിച്ചിട്ടുണ്ട്. ഏതൊക്കെയാണ്? SPDF. അങ്ങനെ 4 ബ്ലോക്കുകളുണ്ട്. അപ്പോൾ അതിനകത്ത് നമുക്ക് ഓരോ ബ്ലോക്കുകളെ കുറിച്ച് വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമുക്ക് പഠിക്കാനുണ്ട്. ഫസ്റ്റ് വരുന്നതാണ് S ബ്ലോക്ക് മൂലകങ്ങൾ, S ബ്ലോക്ക് ഇലമെന്റ്സ്. S ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ പീരിയോഡിക് ടേബിളിൽ ഏതാണ്? 1ഉം 2ഉം ഗ്രൂപ്പുകളാണ് S ബ്ലോക്ക് മൂലകങ്ങളിൽ ഉൾപ്പെടുന്നത്. അപ്പൊ അത് ആദ്യം മനസ്സിലാക്കി വെക്കുക. ഏതാണ്? ആവർത്തന പട്ടികയിൽ 1, 2 ഗ്രൂപ്പ്, 1ഉം 2ഉം ഗ്രൂപ്പും ചേരുന്നതാണ് ഏത്? S ബ്ലോക്ക് മൂലകങ്ങൾ, S ബ്ലോക്ക് ഇലമെന്റ്സ്. ഇനി ഇതിനകത്ത് ഈ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നമ്മൾ എഴുതാൻ നേരത്തെ പഠിച്ചിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെ അവസാന ഇലക്ട്രോൺ ബാഹ്യതമ S ഓർബിറ്റലിൽ നിറയുന്ന മൂലകങ്ങളാണ് S ബ്ലോക്ക് മൂലകങ്ങൾ. അവസാന ഇലക്ട്രോൺ, നമ്മൾ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുമ്പോൾ അവസാന ഇലക്ട്രോൺ എവിടെയാണ്? ബാഹ്യതമ S ഓർബിറ്റലിൽ. നമുക്ക് ഇവിടെ എഴുതാം, അപ്പൊ നിങ്ങൾക്ക് കുറച്ചും കൂടി ക്ലിയർ ആവും. അവസാന ഇലക്ട്രോൺ ബാഹ്യതമ S ഓർബിറ്റലിൽ. അപ്പൊ ലാസ്റ്റ് ഇലക്ട്രോൺ ഏതിലായിരിക്കും? S ഓർബിറ്റലിലായിരിക്കും. അത്രയും മനസ്സിലാക്കി വെക്കുക. അപ്പൊ ഈ S ബ്ലോക്ക് മൂലകങ്ങൾ എന്ന് പറഞ്ഞ അവസാന ഇലക്ട്രോൺ ഏത് ബ്ലോക്കിലായിരിക്കും? S-ലായിരിക്കും, S ബ്ലോക്കിലായിരിക്കും അല്ലെ. S ഓർബിറ്റലിൽ നിറയുന്ന മൂലകങ്ങളാണ് S ബ്ലോക്ക് ഇലമെന്റ്സ്. അതിനകത്ത് നമ്മൾ പറഞ്ഞു S ഓർബിറ്റലിൽ ഉൾക്കൊള്ളാൻ കഴിയുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം എത്ര എണ്ണമാണ്? 2 അല്ലെ. S-ൽ ഉൾക്കൊള്ളാൻ കഴിയുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം എന്ന് പറയുന്നത് എത്രയാണ്? 2 ആണ്. 2 ഇലക്ട്രോണിന്റെ മാത്രമേ S ഓർബിറ്റലിൽ ഉൾക്കൊള്ളാൻ കഴിയുള്ളൂ അല്ലെ. അപ്പൊ ആവർത്തന പട്ടികയിൽ 1, 2 ഗ്രൂപ്പ് ചേരുന്നതാണ് ഏത്? S ബ്ലോക്ക് ഇലമെന്റ്സ്. ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞ S ബ്ലോക്ക് ഇലമെന്റ്സിന്റെ ഒരു പ്രത്യേകത നിശ്ചിത വാലൻസിയും ഓക്സീകരണാവസ്ഥയും ഉള്ള മൂലകങ്ങളാണ്. നിശ്ചിത വാലൻസിയും ഓക്സീകരണാവസ്ഥയും ഉള്ള മൂലകങ്ങളാണ് S ബ്ലോക്ക് മൂലകങ്ങൾ. ഈ രാസപ്രവർത്തനത്തില്
എസ് ബ്ലോക്ക് മൂലകങ്ങൾ രാസപ്രവർത്തനത്തിൽ ഏർപ്പെടുമ്പോൾ ഇലക്ട്രോണിനെ എന്ത് ചെയ്യുന്നു? വിട്ടുകൊടുക്കുന്നു. എസ് ബ്ലോക്ക് ഇലമെന്റ്സ് കെമിക്കൽ ബോണ്ടിങ് രാസപ്രവർത്തനത്തിൽ ഏർപ്പെടുമ്പോൾ എന്ത് ചെയ്യുന്നു? അവര് ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കുന്നു. ബാഹ്യ എസ് സബ്ഷെല്ലിലെ ഇലക്ട്രോണുകളുടെ എണ്ണമായിരിക്കും അവയുടെ ഗ്രൂപ്പ് നമ്പർ. ഒന്ന് ശ്രദ്ധിക്കാം. ഇനി നമ്മൾ അതിന്റെ ഗ്രൂപ്പ് നമ്പർ നോക്കുകയാണെങ്കിൽ ഗ്രൂപ്പ് നമ്പർ നോക്കുമ്പോൾ ബാഹ്യ എസ് സബ്ഷെല്ലിലെ, അപ്പൊ ലാസ്റ്റ് സബ്ഷെൽ എന്ന് പറഞ്ഞ എസ് എന്ന് പറഞ്ഞു. അപ്പൊ അതിനകത്ത് ഇലക്ട്രോണിന്റെ എണ്ണം നോക്കാം. നമ്മുടെ ആ ഇലക്ട്രോണിന്റെ എണ്ണമായിരിക്കും എന്ത്? അതിന്റെ ഗ്രൂപ്പ് നമ്പർ. എക്സാമ്പിൾ നോക്കാം. ഒന്നാം ഗ്രൂപ്പില് നമ്മൾ 1ഉം 2ഉം ഏതാണ്? എസ് ബ്ലോക്കിൽ ഉൾപ്പെടുന്ന മൂലകങ്ങളാണ്. ഇപ്പൊ ഒന്നാം ഗ്രൂപ്പാണ് ലിഥിയം, സോഡിയം, പൊട്ടാസ്യം, റുബീഡിയം, സീസിയം, ഫ്രാൻസിയം. ഇതൊക്കെ ഏതാ? ഒന്നാം ഗ്രൂപ്പിൽ വരുന്ന മൂലകങ്ങളാണ്. അപ്പൊ അതിനകത്ത് സോഡിയം എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ സോഡിയം ആറ്റോമിക് നമ്പർ എത്രയാണ്? 11 ആണ്. നമുക്ക് ഇതിന്റെ ഇലക്ട്രോണിക് വിന്യാസം ഒന്ന് എഴുതി നോക്കാം. ഓക്കെ, ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നോക്കാം. സോഡിയം എത്രയാണ്? 11. അപ്പൊ നമുക്ക് എഴുതാം 1s2 2s2 2p6 6 8 10 2p6 3s1. ഓക്കെ, 1s2 2s2 2p6 3s1. അപ്പൊ നോക്കി ഇതിനകത്ത് ലാസ്റ്റ് ഇവിടെ എത്ര വന്നേക്കുന്നത് നോക്കിയേ. എസ്സില് എത്ര ഇലക്ട്രോണാ വന്നേക്കുന്നത്? 1 ആണല്ലേ. ആ 1 ഒന്നാമത്തെ ആണ്. ഇത് ലാസ്റ്റ് നമ്മൾ നോക്കാം. അവസാന ബാഹ്യതമ ഷെല്ലില് നമ്മൾ പറഞ്ഞു ഓർബിറ്റല് എസ് ഓർബിറ്റലിലായിരിക്കും. അതിൽ വന്നേക്കുന്ന ഇലക്ട്രോണിന്റെ എണ്ണം നോക്കുക. ഇവിടെ ഇലക്ട്രോണിന്റെ എണ്ണം എത്ര? 1. അപ്പൊ അത് എത്രാമത്തെ ഗ്രൂപ്പ് ആയിരിക്കും? ഒന്നാം ഗ്രൂപ്പ്. ഒന്നാം ഗ്രൂപ്പിൽ വരുന്ന മൂലകങ്ങളായിരിക്കും. അതുപോലെ നെക്സ്റ്റ് നോക്കിയേ, പൊട്ടാസ്യത്തിന്റെ നമുക്കൊന്ന് എഴുതി നോക്കാം. പൊട്ടാസ്യത്തിന്റെ അറ്റോമിക് നമ്പർ എത്രയാണ്? 19 ആണ്. അപ്പൊ ഇതുപോലെ എഴുതിക്ക് ഇലക്ട്രോണിക് വിന്യാസം എഴുതുമ്പോൾ 1s2 2s2 2p6 3s2 3p6 4s എത്രയാണ് നോക്കിയാൽ? 2 4 10 12 18 എത്രയും കൂടി വന്നു? 19. അപ്പൊ നോക്കിയേ, പൊട്ടാസ്യത്തിന്റെ അറ്റോമിക് നമ്പർ 19 ആണ്. അപ്പൊ ലാസ്റ്റ് നോക്കിയേ, ലാസ്റ്റ് വന്നേക്കുന്നത് എസ് ആണ്. അപ്പൊ അതുകൊണ്ട് ഏതാണ്? എസ് ഓർബിറ്റലിലാണ് ഇവർ ഉൾപ്പെടുന്നത്. അവരുടെ ഗ്രൂപ്പ് നമ്പർ എത്രയാണ്? ലാസ്റ്റ് ഇലക്ട്രോൺ എത്രയാ? 1 അല്ലേ 2ലും? അങ്ങനെയെല്ലാം നോക്കിയാൽ നിങ്ങൾക്ക് അറിയാം. അപ്പൊ ലാസ്റ്റ് ഇലക്ട്രോൺ വന്നേക്കുന്നത് എസ്സിലാണ്. എത്ര ഇലക്ട്രോൺ ആണ് എസ് സബ്ഷെല്ലില്? 1 ഇലക്ട്രോൺ. അപ്പൊ ഇത് എത്രാമത്തെ ഗ്രൂപ്പാണ്? ഗ്രൂപ്പ് നമ്പർ 1. ഒന്നാം ഗ്രൂപ്പിൽ ഉൾപ്പെടുന്ന മൂലകങ്ങളാണ്. ഓക്കെ, ഇപ്പൊ നിങ്ങൾക്ക് 2 എക്സാമ്പിളിൽ നിന്ന് ക്ലിയർ ആയി. ആ ഒരു പോയിന്റ് ക്ലിയർ ആയല്ലോ. ബാഹ്യ എസ് സബ്ഷെല്ലിലെ ഇലക്ട്രോണുകളുടെ എണ്ണമായിരിക്കും. നോക്കുക, ഇലക്ട്രോണിന്റെ എണ്ണം എത്ര? ഇലക്ട്രോൺ 1. ഇവിടെ എത്ര ഇലക്ട്രോൺ? 1. അപ്പൊ എത്രാമത്തെയാണ് ഗ്രൂപ്പാണ്? ഒന്നാം ഗ്രൂപ്പ് മൂലകങ്ങളാണ്. ഓക്കെ, ഒന്നാം ഗ്രൂപ്പ് മൂലകങ്ങൾ. ഇനി നമുക്ക് ഒന്നാം ഗ്രൂപ്പ് ഫസ്റ്റ് ഗ്രൂപ്പ് നമുക്ക് ഒന്നുകൂടെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. അപ്പൊ ഒന്നാം ഗ്രൂപ്പിൽ ഉൾപ്പെടുന്ന ലോഹങ്ങൾ പൊതുവെ പറയുന്ന പേരാണ് എന്താണ്? ആൽക്കലി ലോഹങ്ങൾ എന്നറിയപ്പെടുന്നു. ഒന്നാം ഗ്രൂപ്പ് മൂലകങ്ങൾ പൊതുവെ ആൽക്കലി ലോഹങ്ങൾ എന്നറിയപ്പെടുന്നു. ഏതൊക്കെയാണ്? ലിഥിയം, സോഡിയം, പൊട്ടാസ്യം, റുബീഡിയം, സീസിയം, ഫ്രാൻസിയം. ഇത്രയും ഇലമെന്റ്സ് ആണ് ഒന്നാം ഗ്രൂപ്പിൽ വരുന്നത്. ഇവരെ പറയുന്ന പേരെന്താണ്? ആൽക്കലി ലോഹങ്ങൾ എന്നറിയപ്പെടുന്നു. രാസപ്രവർത്തനത്തിൽ വിട്ടുകൊടുക്കുന്ന ഇലക്ട്രോണുകളുടെ എണ്ണം എത്രയാണ്? 1. അപ്പൊ ചോദിക്കാം, ഒന്നാം ഗ്രൂപ്പ് മൂലകങ്ങൾ രാസപ്രവർത്തനത്തിൽ ഏർപ്പെടുമ്പോൾ വിട്ടുകൊടുക്കുന്ന ഇലക്ട്രോണുകളുടെ എണ്ണം എന്ന് പറയുന്നത് എത്രയാണ്? 1 ആയിരിക്കും. 1. അതിന്റെ സംയോജകത വാലൻസി എത്രയാണ്? ഒന്നാം ഗ്രൂപ്പ് എലിമെന്റ്സിന്റെ വാലൻസി 1 ആണ്. ഓക്സീകരണാവസ്ഥ +1. ഓക്സീകരണാവസ്ഥ എത്രയാണ്? +1. അപ്പം വിട്ടുകൊടുക്കുന്ന ഇലക്ട്രോണുകളുടെ എണ്ണം 1. വാലൻസി ഒന്നാം ഗ്രൂപ്പ് എലിമെന്റ്സിന്റെ വാലൻസി 1 ആയിരിക്കും. ഓക്സീകരണാവസ്ഥ +1. ഇനി ഇവ ജലവുമായി ഈ ഇലമെന്റ്സ് ഒന്നാം ഗ്രൂപ്പ് ഇലമെന്റ്സ് ജലവുമായി പ്രവർത്തിച്ച് ക്ഷാരഗുണമുള്ള ഹൈഡ്രോക്സൈഡുകൾ ഉണ്ടാകുന്നു. ആ ഒരു പോയിന്റ് നോട്ട് ചെയ്യണം. ജലവുമായിട്ട് അവർ പ്രവർത്തിച്ച് ക്ഷാരഗുണമുള്ള ഹൈഡ്രോക്സൈഡുകൾ ഉണ്ടാകുന്നു. ഇനി നോക്കാം, പ്രകൃതിയിൽ ധാരാളമായി കാണപ്പെടുന്ന ലോഹങ്ങളാണ് സോഡിയം, പൊട്ടാസ്യം. അത് രണ്ടും നോക്കാം. നമ്മൾ പ്രകൃതിയിൽ ധാരാളമായി കാണപ്പെടുന്ന മൂലകങ്ങൾ ഏതൊക്കെയാണ്? സോഡിയം, പൊട്ടാസ്യം ആണ്. എന്നാൽ കുറഞ്ഞ അളവിൽ പ്രകൃതിയിൽ കുറഞ്ഞ അളവിൽ കാണപ്പെടുന്നതാണ് റുബീഡിയം, ലിഥിയം, സീസിയം. ഓക്കെ, ഈ ഒന്നാം ഗ്രൂപ്പിൽ വരുമ്പോ നോക്കാം. അപ്പൊ പ്രകൃതി ധാരാളമായി കാണുന്നതാണ് ഇതിനകത്ത് സോഡിയം, പൊട്ടാസ്യം. ഇനി കുറഞ്ഞ അളവിൽ പ്രകൃതിയിൽ കുറഞ്ഞ അളവിൽ കാണപ്പെടുന്ന റുബീഡിയം, ലിഥിയം,
സീസിയവും കുറഞ്ഞ അളവിൽ കാണപ്പെടുന്ന മൂലകങ്ങളാണ്. ഇനി ഇതിനകത്ത് ഫ്രാൻസിയം എന്ന് പറഞ്ഞാൽ ലാസ്റ്റ് നമ്മൾ പറഞ്ഞ ഫ്രാൻസിയം അത് അത്യന്തം റേഡിയോ ആക്ടിവിറ്റിയുള്ള ഒരു മൂലകമാണ് ഫ്രാൻസിയം എന്ന് പറഞ്ഞാൽ. ഏറ്റവും കൂടുതൽ അർദ്ധായുസ്സുള്ള ഫ്രാൻസിയത്തിന്റെ ഒരു ഐസോട്ടോപ്പാണ് ഫ്രാൻസിയം 223. അതൊന്ന് നോട്ട് ചെയ്യണം. ഏറ്റവും കൂടുതൽ അർദ്ധായുസ്സുള്ള ഫ്രാൻസിയത്തിന്റെ ഒരു ഐസോട്ടോപ്പാണ് ഫ്രാൻസിയം 223. ഫ്രാൻസിയം 223. ഓക്കെ, അപ്പൊ നമ്മൾ എന്താണ് എസ് ബ്ലോക്ക്, ഇതിനകത്ത് നമ്മൾ ആധുനിക ആവർത്തന പട്ടികയിലെ എസ് ബ്ലോക്ക് എലിമെന്റ്സിനെ കുറിച്ചാണ് പറഞ്ഞത്. എസ് ബ്ലോക്കിൽ ഏതൊക്കെയാണ്? 1ാം ഗ്രൂപ്പും 2ാം ഗ്രൂപ്പും ഉൾപ്പെടുന്നതാണ് ഏത് എസ് ബ്ലോക്ക് എലിമെന്റ്സ്. അതിൽ 1ാം ഗ്രൂപ്പ് മൂലകങ്ങളെ കുറിച്ചാണ് പറഞ്ഞേക്കണേ. ഇനി നമുക്ക് ഇതിന്റെ 1ാം ഗ്രൂപ്പ് മൂലകങ്ങളുടെ പ്രധാന സവിശേഷതകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഇനി നമുക്കപ്പോ 1ാം ഗ്രൂപ്പ് മൂലകങ്ങളുടെ പ്രധാന സവിശേഷതകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ആധുനിക ആവർത്തന പട്ടികയിലെ ഏതൊരു പീരീഡിലും വെച്ച് നോക്കുമ്പോൾ നമ്മൾ 1ാം ഗ്രൂപ്പിൽ എന്താണ് ഏറ്റവും വലിപ്പം കൂടിയ മൂലകങ്ങളായിരിക്കും. ഏറ്റവും കൂടുതൽ വലിപ്പമുള്ള ആൽക്കലി ലോഹങ്ങൾക്കായിരിക്കും. ഓക്കെ, ഏറ്റവും കൂടുതൽ വലിപ്പമുള്ളത് ഏതൊരു പീരീഡിലും ആധുനിക ആവർത്തന പട്ടികയിലെ ഏതൊരു പീരീഡിലും വെച്ച് നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ വലിപ്പമുള്ളത് ഏതിനായിരിക്കും? ആൽക്കലി ലോഹങ്ങൾക്കായിരിക്കും, അല്ലെങ്കിൽ ക്ഷാരലോഹ ആറ്റങ്ങൾ. ആൽക്കലി ലോഹങ്ങൾ 1ാം ഗ്രൂപ്പ് മൂലകങ്ങളാണ് അല്ലെ. 1ാം ഗ്രൂപ്പ് മൂലകങ്ങൾ അവയെ ആൽക്കലി ലോഹങ്ങൾ അല്ലെങ്കിൽ ക്ഷാരലോഹങ്ങൾ എന്നറിയപ്പെടുന്നു. ഏതൊരു പീരീഡിലും വെച്ച് നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ വലിപ്പമുള്ളത് ആൽക്കലി ലോഹങ്ങൾക്കായിരിക്കും. ഓക്കെ, ഇനി ഇവയ്ക്ക് വെള്ളി നിറവും മൃദുവും കനം കുറഞ്ഞതുമാണ്. നോക്കുക, വെള്ളി നിറവും എങ്ങനെയാണ്? മൃദുവും കനം കുറഞ്ഞതുമായിട്ട് ഉള്ളതാണ്. പിന്നെ ഇവയ്ക്ക് സാന്ദ്രത കുറവായിരിക്കും. ഗ്രൂപ്പിൽ നമ്മൾ നോക്കുമ്പോൾ ഇവയെ 1ാം ഗ്രൂപ്പ് മൂലകങ്ങൾക്ക് സാന്ദ്രത വളരെ കുറവായിരിക്കും. പിന്നെ ദ്രവണാങ്കവും തിളനിലയും കുറവ്, അതായത് ബോയിലിംഗ് പോയിന്റും മെൽറ്റിംഗ് പോയിന്റും അല്ലെ. ദ്രവണാങ്കവും തിളനിലയും കുറവായിരിക്കും. നെക്സ്റ്റ്, ഏറ്റവും കൂടുതൽ നിരോക്സീകരണ ശേഷിയുള്ള മൂലകമാണ് ലിഥിയം. നോട്ട് ചെയ്യുക, ഏറ്റവും കൂടുതൽ നിരോക്സീകരണ ശേഷിയുള്ള മൂലകം എന്ന് പറയുന്ന ലിഥിയമാണ്. എന്നാൽ ഏറ്റവും കുറവ് നിരോക്സീകരണ ശേഷിയുള്ള മൂലകമാണ് സോഡിയം. അപ്പൊ ഏറ്റവും കൂടുതൽ നിരോക്സീകരണ ശേഷിയുള്ള മൂലകം ലിഥിയം, ഏറ്റവും കുറവ് നിരോക്സീകരണ ശേഷിയുള്ള മൂലകമാണ് സോഡിയം എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഇവയുടെ ഉപയോഗങ്ങൾ, ആൽക്കലി ലോഹങ്ങളുടെ ഉപയോഗങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. യൂസസ് നോക്കാം. ഓക്കെ, താപ അണുകേന്ദ്ര പ്രവർത്തനങ്ങളിലും വൈദ്യുത രാസസെല്ലിലും ലിഥിയം ഉപയോഗിക്കുന്നു. അപ്പോൾ ഒന്നാമത്തെ നമ്മൾ ആൽക്കലി ലോഹങ്ങളിലെ ലിഥിയത്തിന്റെ ഉപയോഗം എന്താണ്? താപ അണുകേന്ദ്ര പ്രവർത്തനങ്ങളിലും വൈദ്യുത രാസസെല്ല് നിർമ്മാണത്തിനും വേണ്ടി ലിഥിയം ഉപയോഗിക്കുന്നു. നെക്സ്റ്റ് ആണ് ലിഥിയവും ലെഡും ചേർന്നുണ്ടാകുന്ന ഈ ഒരു ലോഹസങ്കരം മോട്ടോർ യന്ത്രങ്ങളിൽ ബെയറിങ്ങുകൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്നു. മോട്ടോർ യന്ത്രങ്ങളുടെ ബെയറിംഗ് നിർമ്മിക്കാനായിട്ട് ഉപയോഗിക്കുന്നു. ഏതിൻ്റെയൊക്കെ? ലിഥിയം പ്ലസ് ലെഡ്. ലിഥിയവും ലെഡും ചേർന്നുണ്ടാകുന്ന ഒരു ലോഹസങ്കരം മോട്ടോർ യന്ത്രങ്ങളിൽ ബെയറിങ്ങുകൾ നിർമ്മിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നു. നെക്സ്റ്റ് ആണ് ലിഥിയവും അലൂമിനിയം ചേർന്നുണ്ടാകുന്ന ലോഹസങ്കരം വിമാന ഭാഗങ്ങൾ നിർമ്മിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നു. ലിഥിയവും അലൂമിനിയം ചേർന്നുണ്ടാകുന്ന ലോഹസങ്കരം വിമാന ഭാഗങ്ങളൊക്കെ നിർമ്മിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നു. നെക്സ്റ്റ് ആണ് പൊട്ടാസ്യം ക്ലോറൈഡ് ഒരു വളമായിട്ട് ഉപയോഗിക്കുന്നു. നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു വളമാണ്, ഫെർട്ടിലൈസർ ആണ് അല്ലെ, പൊട്ടാസ്യം ക്ലോറൈഡ്. അപ്പോൾ പൊട്ടാസ്യം ക്ലോറൈഡ് ഒരു വളമായിട്ട്, ഒരു ഫെർട്ടിലൈസർ ആയിട്ട് ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ മൃദു സോപ്പുകളുടെ നിർമ്മാണത്തിന്, നമ്മൾ സോഫ്റ്റ് ആയിട്ടുള്ള സോപ്പുകളുടെയൊക്കെ നിർമ്മിക്കാനായിട്ട് പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് ഉപയോഗിക്കുന്നു. മൃദു സോപ്പുകളുടെ നിർമ്മാണത്തിന് വേണ്ടിയിട്ട് പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് ഉപയോഗിക്കുന്നു. നോക്കാം. നെക്സ്റ്റ്, ഈ ഫോട്ടോ ഇലക്ട്രിക് സെൽ നിർമ്മാണം
നിർമ്മാണത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു മൂലകമാണ് സീസിയം. ഫോട്ടോ ഇലക്ട്രിക് സെൽ നിർമ്മാണത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു മൂലകമാണ് സീസിയം. അപ്പൊ നമ്മൾ ഏതൊക്കെയാ പറഞ്ഞത് ഉപയോഗങ്ങള്? ലിഥിയത്തിന്റെ താപ അണുകേന്ദ്ര പ്രവർത്തനങ്ങളിലും വൈദ്യുത സെല്ല് നിർമ്മാണത്തിന് വേണ്ടിയിട്ട് ലിഥിയം ഉപയോഗിക്കുന്നു. പിന്നെ ലിഥിയം ലെഡുമായിട്ട് ചേർന്നുണ്ടാകുന്ന ലോഹസങ്കരം മോട്ടോർ യന്ത്രങ്ങളില് ബെയറിങ്ങുകൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്നു. നെക്സ്റ്റ് ലിഥിയം അലൂമിനിയവുമായി ചേർന്നുണ്ടാകുന്ന ലോഹസങ്കരം എന്താണ്? വിമാന ഭാഗങ്ങളൊക്കെ നിർമ്മിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നു. നെക്സ്റ്റ് പൊട്ടാസ്യം ക്ലോറൈഡ് ഒരു വളമായിട്ട് ഉപയോഗിക്കുന്നു. പിന്നെ മൃദു സോപ്പുകൾ നിർമ്മിക്കാൻ വേണ്ടിയിട്ട് പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് ഉപയോഗിക്കുന്നു. പിന്നെ ഫോട്ടോ ഇലക്ട്രിക് സെൽ നിർമ്മാണത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു മൂലകമാണ് സീസിയം. ഏതാണ്? സീസിയം. ഓക്കെ, നെക്സ്റ്റ് ഇവയുടെ ഈ ഒന്നാം ഗ്രൂപ്പ് മൂലകങ്ങളുടെ പൊതുവായിട്ടുള്ള പൊതു സ്വഭാവങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. പൊതുവെ ഇവയ്ക്ക് അയോണിക സ്വഭാവമാണ്. അപ്പോൾ ഒന്നാം ഗ്രൂപ്പ് മൂലകങ്ങൾക്ക് പൊതുവെ എന്താണ്? അയോണിക സ്വഭാവമാണുള്ളത്. ഇവയെ ക്ഷാരലോഹ ഹൈഡ്രോക്സൈഡുകൾ എന്താണ്? വളരെ പെട്ടെന്ന് ജലവുമായിട്ട് പ്രവർത്തിക്കുന്നു. അതായത് ക്ഷാരലോഹ ഹൈഡ്രോക്സൈഡുകൾ വളരെ പെട്ടെന്ന് ജലവുമായിട്ട് എന്ത് ചെയ്യുന്നു? ലയിച്ചു ചേരുന്നു. ജലവുമായിട്ട് ലയിച്ചു ചേരുന്നു. എല്ലാ ക്ഷാരലോഹ ഹാലൈഡും ഉയർന്ന ദ്രവണാംഗവും പരരൂപത്തിലുള്ള എന്താണ്? വസ്തുക്കളാണ്. ഇതൊക്കെയാണ് അവയുടെ കോമൺ ആയിട്ടുള്ള ഒരു സ്വഭാവം. കോമൺ ക്യാരക്ടർ എന്ന് പറഞ്ഞ പൊതു ആയിട്ട് വരുന്ന സ്വഭാവങ്ങൾ, ആൽക്കലി ലോഹങ്ങളുടെ പൊതു സ്വഭാവങ്ങൾ. അത് നിങ്ങളൊന്ന് മനസ്സിലാക്കി വെക്കുക. ഇനി ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഒന്നാം ഗ്രൂപ്പിൽ വരുന്ന ചില മൂലകങ്ങളുടെ നമ്മൾ നിറം അത് ചോദിക്കാറുണ്ട്. പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുണ്ട്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ലിഥിയത്തിന്റെ നിറം എന്താണ്? ക്രിംസൺ ചുവപ്പ് നിറമാണുള്ളത്. ക്രിംസൺ ചുവപ്പ് നിറം ലിഥിയം. ഓരോ എലമെന്റ്സും നമ്മൾ പഠിക്കുമ്പോൾ അതിന്റെ കളേഴ്സും കൂടി ഒന്ന് നോക്കുക. ലിഥിയം ക്രിംസൺ ചുവപ്പ് നിറം. സോഡിയത്തിന്റെ നിറം ഏതാണ്? മഞ്ഞ നിറം. സോഡിയം മഞ്ഞ. പൊട്ടാസ്യം നിങ്ങൾക്കറിയാം വയലറ്റ് നിറമാണ്. പൊട്ടാസ്യം എന്ന് പറഞ്ഞ മൂലകത്തിന്റെ നിറം ഏതാണ്? വയലറ്റ് നിറം. റുബീഡിയം ഏതാണ്? ചുവപ്പ് കലർന്ന വയലറ്റ് നിറമാണ്. റുബീഡിയം ചുവപ്പ് കലർന്ന വയലറ്റ് നിറം. സീസിയം നൽകുന്ന നിറം ഏതാണ്? നീല നിറമാണ്. സീസിയം നൽകുന്ന നിറം നീല നിറം. അപ്പൊ ഈ നിറങ്ങളും കൂടി നമ്മൾ ഒന്ന് നോട്ട് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ എന്താ പഠിച്ചത്? എസ് ബ്ലോക്ക് എലിമെന്റ്സ് ആണ് അല്ലെ? ആധുനിക ആവർത്തന പട്ടികയുടെ രണ്ടാമത്തെ പാർട്ടാണ്. അപ്പൊ അതിനകത്ത് നമ്മൾ പഠിച്ചത് ഫസ്റ്റ് എസ് ബ്ലോക്ക് എലിമെന്റ്സ്. എസ് ബ്ലോക്ക് എലിമെന്റ്സിൽ വരുന്ന മൂലകങ്ങൾ ഏതൊക്കെയാണ്? 1ഉം 2ഉം ഗ്രൂപ്പുകൾ ചേരുന്നതാണ് എസ് ബ്ലോക്ക് എലിമെന്റ്സ്. അതില് നമ്മൾ ഏതാ പഠിച്ചത്? ഒന്നാം ഗ്രൂപ്പ് മൂലകങ്ങളും അവയുടെ പ്രത്യേകതകള്, സവിശേഷതകള്, അതിൽ വരുന്ന മൂലകങ്ങളുടെ ഉപയോഗങ്ങള്, അതിന്റെ ലാസ്റ്റ് നമ്മൾ അതിന്റെ കളേഴ്സും കൂടി നമ്മൾ പറഞ്ഞു നിർത്തി. ഓക്കെ, അപ്പോൾ നമ്മൾ എസ് ബ്ലോക്കിലെ ഒന്നാം ഗ്രൂപ്പ് എലമെന്റ്സ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ വൈൻഡ് അപ്പ് ചെയ്യാണ്. ക്ലാസ്സിൽ കഴിഞ്ഞു. ഇനി അടുത്തത് നമ്മൾ ഇതിന്റെ കണ്ടിന്യൂവേഷൻ ആണ്. അപ്പോൾ നിങ്ങൾ എല്ലാവരും എന്താ പറയുക, ഈ ക്ലാസ് സ്കിപ്പ് ചെയ്യാതെ നമ്മൾ അതിന്റെ കണ്ടിന്യൂവേഷൻ ആയിട്ട് തന്നെ പോവുക. പീരിയോഡിക് ടേബിൾ എന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് 1-2 ക്ലാസ് കൊണ്ടോ ഇത് നമുക്ക് തീർക്കാൻ പറ്റുന്ന ഒരു ടോപ്പിക് അല്ല. അപ്പോൾ എന്താണ്, നമുക്ക് പാർട്ടായിട്ടാണ് നമ്മൾ ഇനി ക്ലാസ് അറേഞ്ച് ചെയ്തേക്കുന്നത്. അപ്പോൾ അതിനകത്ത് രണ്ടാമത്തെ ക്ലാസ് ആണ്. രണ്ടാമത്തെ ക്ലാസ്സിൽ എസ് ബ്ലോക്ക് എലിമെന്റ്സിൽ ഒന്നാം ഗ്രൂപ്പ് മൂലകങ്ങളെ കുറിച്ചാണ് നമ്മൾ പഠിച്ചത്. ഇനി അടുത്തത് ഈ എസ് ബ്ലോക്കിൽ തന്നെ വരുന്ന രണ്ടാം ഗ്രൂപ്പ് എലിമെന്റ്സും അടുത്ത ബ്ലോക്കൊക്കെ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ പഠിക്കാം. ഓക്കെ, അപ്പോൾ ഇന്ന് പഠിപ്പിച്ചതൊക്കെ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, താങ്ക് യു.